നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും മുകേഷ് അംബാനി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി ജില്ലാ അതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിൽ കർഷകർ. ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ. ഭിന്നശേഷി വിഭാഗക്കാർക്കു വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഞായറാഴ്ച രാവിലെ 7:30 മുകേഷ് അംബാനി ഗുരുവായൂരിലെത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം റോഡുമാർഗം തെക്കേനടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി. പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഉള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിലിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. സോപാനപ്പടിയിൽ കാണിക്കയും അർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു. കൊടിമരച്ചുവട്ടിലെത്തിയ അദ്ദേഹത്തിന് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നൽകി. ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർച്ചിത്രവും സമ്മാനിച്ചു. ദേവസ്വത്തിന്റെ നിർദ്ദിഷ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാന് ഉറപ്പു നൽകി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരം ഒരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി ജില്ലാ അതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് 3 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതോടെ ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ക്യാമറയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി അംഗങ്ങളായ ജനാർദ്ദനൻ, ഗോപി, ശശിധരൻ, മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പരിശോധിക്കാവുന്ന തരത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സാമൂഹ്യദ്രോഹികളുടെ വലിയ അക്രമം എന്ന രീതിയിലേക്ക് ഈ കോഴി വേസ്റ്റ് കൊടുത്ത് തള്ളി, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളി, പടിഞ്ഞാറ്റുമുറി ഇപ്പോൾ ഗോപിയേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ മാലിന്യം അവിടെ ചെന്ന് തങ്ങി അത് അവിടെ നാറി അന്തരീക്ഷം മലിനമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇനി അത് ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ നിരന്തരം അത് പരിശോധിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടാണ് ഇപ്പം ഈ ക്യാമറ വെച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കർഷകരുടെയും അതുപോലെ തന്നെ പരിസരവാസികളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി നിലനിൽക്കണം. ഈ വലിയ വിപത്തിനെ ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഗുരുഭവനപുരിയിൽ സംഗീത സാഗരം തീർത്ത് നന്ദഗോവിന്ദ ഭജൻസ്. കോടതി വിളക്കിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടി ആസ്വദിക്കാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ട് 3 തന്നെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. രാത്രി 7-നാണ് പരിപാടി ആരംഭിച്ചത്. വിഖ്യാതമായ കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ ഭക്തജനങ്ങളും ലയിച്ചു പാടി. നന്ദഗോവിന്ദ ഭജൻസിലെ നവീൻ ശ്രീധരൻ, ശ്രീലാൽ വേണു, വിഷ്ണു വേണുഗോപാൽ, ബിജു ചാലക്കുടി എന്നിവർ ഭജനയ്ക്ക് നേതൃത്വം നൽകി.
500 പേർക്ക് ഇരിക്കാൻ മാത്രം കഴിയുന്ന ഓഡിറ്റോറിയത്തിനു പുറത്ത് 1000 പേർക്കുള്ള കസേരകൾ കൂടി ഇട്ടെങ്കിലും ഇതൊന്നും മതിയായില്ല. വൈകിട്ട് 5 മുതൽ രാത്രി വൈകും വരെ നഗരത്തിലെ റോഡുകളിൽ ഗതാഗത കുരുക്കുമുണ്ടായി. BJP ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഗുരുവായൂർ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. തൈക്കാട് പാലാ ബസാറിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പടിഞ്ഞാറൻ നടയിൽ സമാപിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, KR ബൈജു, രാജൻ തറയിൽ, TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യം എടുത്തുണ്ടായത് ദ്വാരപാലകന്മാരെയാണ്. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകന്മാരെയാണ് അടിച്ചു മാറ്റിയത് ആദ്യം. മഹാപാപികളെ, ഒരു മാസം കൂടി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം അവിടുന്ന് അടിച്ചു കൊണ്ടുപോയി അതും വിൽക്കുമായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു, ഞാൻ പറഞ്ഞു, കളിയാക്കാൻ പറഞ്ഞല്ല, ഹൈക്കോടതി പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹമോഷ്ടാക്കൾ ചെയ്യുന്ന രീതിയിലാണ് ശബരിമലയിൽ മോഷണം നടത്തിയിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതാണ്, ഒരു ശബരിമലയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ ശക്തമായി പോരാടിയതുകൊണ്ടാണ്. ഓർമ്മയില്ല, പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് നിർവഹിച്ചു. CPI മറ്റം ലോക്കൽ സെക്രട്ടറി ശിവൻ വാഗ അധ്യക്ഷനായി. LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PA മുസ്തഫ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, CPM ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, NCP മണ്ഡലം പ്രസിഡന്റ് K സുരേഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, CPM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗക്കാർക്കു വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. വേലൂർ പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ച സന്തോഷവാർത്ത ആദ്യം അറിയിച്ചത് റവന്യൂ മന്ത്രി K. രാജനാണ്. വേലൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭിന്നശേഷി മേഖലയിലെ മികച്ച സേവനങ്ങൾക്കുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന 50,000 രൂപ, 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന പുരസ്കാരം ഇത്തവണ ലഭ്യമായിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിനാണെന്നുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഔപചാരികമായി പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കകം അഭിനന്ദിക്കാനുള്ള അവസരം ഞാൻ സന്തോഷപൂർവ്വം സർക്കാരിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വ്യത്യസ്തമായ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെ പൊതുവായി വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഭിന്നശേഷിക്കാർ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ നിരവധി കർമ്മ പദ്ധതികളാണ് വേലൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപയും AC മൊയ്തീൻ MLAയുടെ 30 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 38 സെന്റ് ഭൂമിയിൽ തളിർ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ആരംഭിച്ചു. കുടുംബശ്രീയുടെ 12 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി 18 വയസ്സിന് മുകളിലുള്ള 39 അന്തേവാസികളാണ് തളിർ ബെഡ്സ് കേന്ദ്രത്തിലുള്ളത്. ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നിയമപരിരക്ഷയ്ക്ക് വേണ്ടി ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകളും തൊഴിലുറപ്പ് കാർഡുകളും ലഭ്യമാക്കി.
ഇന്ത്യയിലെ തന്നെ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പുള്ള ആദ്യത്തെ പഞ്ചായത്താണ് വേലൂർ. ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും സ്വയം തൊഴിലിനും വേണ്ടി നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. LED ബൾബ് നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, ഫ്രൂട്ട് പ്രോസസ്സിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നുണ്ട്. ഗ്രീൻ തെറാപ്പിയുടെ ഭാഗമായി വിവിധ കൃഷികൾ പരിശീലിപ്പിച്ചു. മാനസിക ശാരീരിക ഉല്ലാസത്തിനായി കലാകായിക പരിശീലനങ്ങളും നൽകുന്നുണ്ട്. ശാരീരിക വൈകല്യങ്ങൾ പരിഹരിക്കാൻ ഫിസിയോതെറാപ്പി സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി വേലൂരിന് മാറാൻ കഴിഞ്ഞു. അതിനെ നമ്മൾ ആളുകളെ കണ്ടെത്തുകയും സർവേ നടത്തുകയും അവർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. അതിനുശേഷം നമ്മൾ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ ആളുകളെയും തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവർക്ക് ഒരു വരുമാനം ഉറപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ നിർമ്മിതികളൊക്കെ തന്നെ അത്തരത്തിലുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത നിർമ്മിതികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഭക്ഷണം, വാഹനം, ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനത്തിനായി പഞ്ചായത്ത് പ്രതിമാസം 2 ലക്ഷം രൂപയോളം ചെലവഴിക്കുന്നുണ്ട്. 2015-2020 പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വിഭാവനം ചെയ്ത ഭിന്നശേഷി സൗഹൃദ പദ്ധതി നിലവിലെ പ്രസിഡന്റ് TR ശോഭയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാവർത്തികമാക്കി മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മികച്ച ബഡ്സ് സ്കൂളിനുള്ള കുടുംബശ്രീയുടെ ജില്ലാതല അവാർഡും വേലൂർ തളിർ ബഡ്സ് സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. കടവല്ലൂർ പഞ്ചായത്ത് 8ാം വാർഡ് ഒറ്റപ്പിലാവ് ചേലക്കപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പുതിയ പമ്പ് സെറ്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിട്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചേലക്കപ്പറമ്പ് മേഖലയിലെ 125ലധികം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാക്കുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പർ ഷാജി, ആശാവർക്കർ ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LSGDക്കായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചുമതല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദത്തിൽ 8ാം റാങ്ക് നേടിയ പെരുമ്പിലാവ് സ്വദേശിനി തസ്ലിമയെ വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ തസ്ലിമയെ ഷാൾ അണിയിച്ച് ഉപഹാരം കൈമാറി. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CM ഷെരീഫ്, ഷബീർ അഹ്സൻ, അബ്ദുൽ ഫത്താഹ്, CM താഹ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് മയൂഖം റോഡിൽ വാരിക്കുന്നത്ത് ഷെഫീഖ്, ഹസീന ദമ്പതികളുടെ മകളാണ് തസ്ലിമ. റാങ്ക് ജേതാവിനെ വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു. പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ 28ാമത് അനുസ്മരണ സമ്മേളനവും സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 6ാം തമ്പുരാൻ വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു. പൂമുള്ളിമനയിൽ വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു. ഛായാചിത്രത്തിന് മുൻപിൽ വിശിഷ്ടാതിഥികൾ നിലവിളക്കിൽ തിരിതെളിയിച്ചു. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് അലോപ്പതി രംഗത്തെ സേവന മികവിന് ഡോക്ടർ V ആനന്ദ് മോഹൻ, ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി. പൂമുള്ളി 6ാം തമ്പുരാനെക്കുറിച്ചുള്ള കവിതാലാപനവുമുണ്ടായി. ഡോക്ടർ VMD നമ്പൂതിരി രചിച്ച മഹാഭാരത കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു. ഡോക്ടർ അപർണ, ഡോക്ടർ ആരതി, പഞ്ചായത്ത് അംഗങ്ങളായ P വിനീത, P ഷീബ, സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് 6ന് സമന്വയം സംഗീത കച്ചേരിയും സ്നേഹവിരുന്നുമുണ്ടായി. ഭാരവാഹികളായ അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, T രാജീവ്, V രതീഷ്, VM ദുർഗാദാസ്, MP ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളകളിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് ലതീഞ്ഞും നൊവേനയും നടന്നു. 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പാറേമ്പാടം സെന്റ് ആന്റണീസ് ചർച്ച് ഇടവക വികാരി ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികനായിരുന്നു. മുളയം മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡൊമിനിക് മഞ്ഞനിക്കര സഹകാർമ്മികനായിരുന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസികൾ അണിനിരുന്ന തിരുനാൾ പ്രദക്ഷിണമുണ്ടായി.
വൈകിട്ട് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വിവിധ കപ്പേളകളിൽ തിരുകർമ്മങ്ങൾ നടന്നു. കൈക്കാരന്മാരായ വി.ടി. ബാബു, ജിൻഡോ തരകൻ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ചത്തുരുത്തിൽ മോർ ഗ്രിഗോറിയോസ് പരുമല കൊച്ചു തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച സന്ധ്യാ നമസ്കാരം നടന്നു. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി. കല്ലുംപുറം റോഡ് വഴി ഹെബ്രോൺ സ്ട്രീറ്റ് വഴിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിലെത്തി സമാപിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദവും സ്ലീബ വണക്കവും നെയ്യപ്പം നേർച്ച വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന വിചിന്തനത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പരിഹാര പൂജകളുടെ 1ാം ഘട്ടം നടന്നു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ശിവഭഗവാന് ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവ ഉണ്ടായി. എല്ലാ ദേവീ ദേവന്മാരോടും വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തവും നടത്തി. തന്ത്രിമാരായ മടത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം കാണിപ്പയൂർ ചേന്നാട്ട് ശശിധരൻ നായർ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഗിരിജയാണ് ഭാര്യ. സംഗീത, സാഗർ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ താമസിച്ചിരുന്ന അന്തിക്കാട്ട് വറദപ്പൻ മകൻ പത്രോസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് കളമശ്ശേരി യഹോവ സാക്ഷികളുടെ സെമിത്തേരിയിൽ. കുന്നംകുളം കോട്ടോൽ പുലിക്കോട്ടിൽ കുടുംബാംഗം ഉതുപ്പു മകൾ സാറയാണ് ഭാര്യ. ബോബൻ, താര ജോൺ, റാണി സെൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരമൊരുക്കാമെന്നും മുകേഷ് അംബാനി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി ജില്ലാ അതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിൽ കർഷകർ. ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ. ഭിന്നശേഷി വിഭാഗക്കാർക്കു വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.